മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപനാണെങ്കിൽ കണ്ണൻ നടന്നു തുടങ്ങിയോന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് മാർക്കോ വിളിച്ചിട്ട് നിങ്ങളുടെ മരുമകൻ നടക്കുന്നുണ്ട്, കാണണമെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറയണേ. ആ സമയത്ത് എവിടെയാണെന്ന് ചോദിക്കുമ്പം വേളി കടപ്പുറത്താണ്, ഇപ്പോൾ ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന് കേട്ടിട്ട് പ്രതാപൻ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ ഇനി ഡ്രസ്സ് മാറാനൊന്നും നിൽക്കണ്ട, വേഗം ചെല്ല്, അവൻ നടന്നു തുടങ്ങിയോന്ന് അറിയാലോ, എന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കാൻ എന്ന് പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ വേഗം തന്നെ കടപ്പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. കടപ്പുറത്ത് ചെന്നിട്ട് പ്രതാപൻ അവിടെ ചുറ്റും നോക്കുന്നുണ്ടെങ്കിലും ആരെയും കാണുന്നില്ല. എന്നിട്ട് പ്രതാപൻ സ്വയം പറയുന്നുണ്ട്, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ഇനി ആരെങ്കിലും എന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമോ, എന്തായാലും കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് ആരോ വന്ന് തോളിൽ പിടിക്കുന്നുണ്ട്. ആ സമയം പ്രതാപൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മാർക്കോയിനെയാണ്. മാർക്കോയെ കണ്ടതും പ്രതാപനാണെങ്കിൽ പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെയെന്ന് ചോദിക്കുമ്പം അത് ഞാനൊരു കൂട്ടുകാരനെ കാണാൻ വന്നതാണ്, അവനിവിടെ വരാമെന്ന് പറഞ്ഞു, അവനെ കാത്ത് നിൽക്കണേന്ന് പറയുമ്പം ആ കൂട്ടുകാരൻ്റെ പേരെന്നാടാന്ന് ലോപ്പസ് ചോദിക്കുമ്പം ഈ പ്രതാപനാണെങ്കിൽ ഒന്നും പറയണില്ല. ആ സമയത്ത് മാർക്കോയും ചോദിക്കുന്നുണ്ട്, നിന്നോടല്ലേടാ ചോദിച്ചത് ആ കൂട്ടുകാരൻ്റെ പേരെന്നാന്ന്. അന്നേരം ലോപ്പസ് പറയുന്നുണ്ട്, ആ കൂട്ടുകാരൻ്റെ പേര് കണ്ണൻ എന്നല്ലേ. അത് കേട്ടത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോ ചോദിക്കുന്നുണ്ട്, കണ്ണൻ സാറ് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലാടാ നീ ഇങ്ങോട്ട് വന്നത്. ഇല്ല മാർക്കോ, അതൊന്നും അല്ല എന്ന് പറയുമ്പം ആരാ പറഞ്ഞാൽ ഞാനാ നിന്നെ വിളിച്ച് ശബ്ദം മാറ്റി പറഞ്ഞത് കണ്ണൻ സാർ ഇവിടെ ഉണ്ടെന്ന്, അപ്പോഴേക്കും നീ ഇങ്ങോട്ട് ഓടി വന്നൂല്ലേടാന്ന്. ആ സമയത്ത് പ്രതാപൻ പേടിയോടുകൂടി മാർക്കോയോട് പറയുന്നുണ്ട്, മാർക്കോ എടാ മോനെ നീ എന്നെ ഒന്നും ചെയ്യല്ലേടാ എന്ന് പറയുമ്പം നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യാതെ വിട്ടാൽ എങ്ങനെയാടാ ശരിയാവണേ, കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നതിന് നിനക്ക് കോടതി ഒന്നും കയറേണ്ടി വന്നില്ല, പക്ഷേ നിന്നെ ഞങ്ങളായിട്ട് വെറുതെ വിടുവൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മാർക്കോയാണെങ്കിൽ ഈ പ്രതാപൻ്റെ നെഞ്ച് നോക്കി ഒരു ചവിട്ടി ചവിട്ടിയതും പ്രതാപനാണെങ്കിൽ തെറിച്ച് വീഴുന്നുണ്ട്. പിന്നീട് പ്രതാപനെ മാർക്കോയും ലോപ്പസും ചേർന്ന് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മാർക്കോ പറയുന്നുണ്ട്, നീ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ വേഷം മാറിപ്പോയില്ലടാ, അതെന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ പ്രതാപനാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, ഇനി എന്നെ തല്ലല്ലേ, ഇനി എന്നെ തല്ലിയാൽ ഞാൻ ചത്തു പോകുമെന്ന് പറയുമ്പോൾ കണ്ണൻ സാറ് നടന്നു തുടങ്ങിയെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലടാ നീ അവിടെ പോയി മറിഞ്ഞ് നിന്ന്, എന്തായാലും നിൻ്റെ വേഷം കെട്ടി ഞങ്ങൾ മാറ്റി തരാമെന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും കുറേ ഇടിക്കുന്നുണ്ട്. ഇടികൊണ്ട് അവശനായ പ്രതാപൻ മാർക്കോ ഇനി എന്നെ തല്ലടാന്ന് പറയുമ്പോൾ കണ്ണൻ സാറ് നടക്കുന്നുണ്ടോയെന്ന് അറിയാനല്ലേ നീ ഓടി ഇങ്ങോട്ട് വന്നത്, നിൻ്റെ അമ്മയല്ലേ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അവരിപ്പം നിന്നെ കാത്തിരിക്കുമായിരിക്കും ഇവിടുത്തെ വാർത്തകൾ അറിയാൻ, എന്തായാലും നീ ചെല്ലുമ്പോൾ ഈ ഒരു വാർത്ത പറഞ്ഞാൽ മതി, നീ നടക്കണ കണ്ണൻ സാറിനെ അന്വേഷിച്ചല്ലേ വന്നേ, എന്തായാലും നീ നടക്കാണ്ട് വീട്ടിലോട്ട് ചെന്നാൽ മതി എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും മാർക്കോയും ലോപ്പസും പ്രതാപനെ ഇടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്രതാപനെ കാറിൻ്റെ ബോണ്ടിലേക്ക് ചാരി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണൻ സാറ് നടന്ന് കാണണമെന്ന് നിനക്ക് എന്താ അത്ര കൊതിയെന്ന് ചോദിക്കുമ്പം ഈ പ്രതാപനാണെങ്കിൽ മനസ്സിൽ പറയുന്നുണ്ട്, കൊതിയല്ലടാ ആകാംക്ഷയാണ്, എന്തായാലും നിൻ്റെ അമ്മയും നിൻ്റെ മകളും പെണ്ണായതുകൊണ്ട് അവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും, ഇനി നീ എൻ്റെ മുന്നിൽ എപ്പോൾ വന്നു പെട്ടാലും അപ്പോഴൊക്കെ നിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും, അതിപ്പോൾ ഏത് ആൾക്കൂട്ടത്തിലാണെങ്കിലും നിനക്ക് കിട്ടാനുള്ളത് കിട്ടും, നിന്നെ ഞങ്ങൾ ചതച്ചൊരു പരുവാക്കിയിട്ടേ വിടുള്ളൂ, അത് നിനക്കിനി എപ്പോഴും ഓർമ്മയുണ്ടാവണം, ഇനി ഒരിക്കൽ പോലും നീ കണ്ണൻ സാറിൻ്റെ പുറകെ നടന്നു എന്ന് ഞങ്ങൾ അറിയരുതെന്നും പറഞ്ഞ് പ്രതാപനെയാണെങ്കിൽ കാറിലേക്ക് ഉന്തി വിട്ടിട്ട് മാർക്കോയും ലോപ്പസും പോകുന്നുണ്ട്. ഇവർ പോയി കഴിഞ്ഞതും പ്രതാപനാണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെ വീടെത്തും, ആകെ മേലൊക്കെ വേദനയാണല്ലോ, എന്തായാലും കാറിൽ കയറി പോവാം, അവന്മാരിവിടെ ഉണ്ടോയെന്ന് ആദ്യം നോക്കിയിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു, എന്തായാലും ഇവന്മാരിങ്ങനെ ചതിക്കാൻ വേണ്ടി വിളിക്കണേന്ന് അറിഞ്ഞില്ലല്ലോ, എല്ലാം എൻ്റെ തെറ്റാന്നും പറഞ്ഞ് കാറിൽ കയറി പോകുന്നുണ്ട്. ഇതേ സമയം പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനെ കാത്ത് ഇറയത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് പ്രതാപൻ്റെ കാറ് വരുന്നത്. കാറ് വരുന്ന കാണുന്നതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പ്രതാപൻ എന്തായിരിക്കുമോ കണ്ടേന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പം പ്രതാപനാണെങ്കിൽ കരഞ്ഞു വിളിച്ചാണ് ഇറങ്ങി വരുന്നത്. അന്നേരം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ പ്രതാപ, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇനി എനിക്കൊന്നും പറ്റാനില്ല അമ്മയെന്ന് പറയുന്നു. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ കണ്ണനെ കണ്ടോ, കണ്ണൻ നടന്നു തുടങ്ങിയെന്ന് ചോദിക്കുമ്പം ഞാനവിടെ കണ്ണനെ ഒന്നും കണ്ടില്ല, അവിടെ ഉണ്ടായിരുന്നത് ആ മാർക്കോയും അവൻ്റെ കൂട്ടുകാരനോ, അതെന്തിനാ അവരവിടെ വന്നേന്ന് ചോദിക്കുമ്പം അവരെ അമ്മ എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, എന്നിട്ട് അവരെൻ്റെ മർമ്മം നോക്കി നല്ല ഇടി ഇടിച്ചു, എനിക്കിപ്പോൾ അനങ്ങാൻ പോലും പറ്റില്ല, ഞാൻ വരുന്ന വഴിക്ക് വൈദ്യരുടെ അടുത്ത് കയറി ഒന്ന് തിരുമിച്ചിട്ടാണ് വന്നേക്കണേ, എന്തായാലും അമ്മ എൻ്റെ കയ്യിലൊന്ന് പിടിച്ചേന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മ കയ്യെ പിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് കാറിലിരുന്ന് തന്നെ അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇറങ്ങിയാൽ പോരായിരുന്നോടാ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആ മാർക്കോയും ലോപ്പസും അവിടെ നിൽക്കുമൊന്നും അല്ലായിരുന്നു, ഞാൻ കണ്ണൻ അവിടെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കണ്ണനെ കാണാണ്ടായി അപ്പുറത്ത് നിന്ന സമയത്താണ് യുവമാരെൻ്റെ പുറകിൽ വന്ന് നിന്നത്, എന്തായാലും എനിക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി, ഇനി അവൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടാൽ ഇതുപോലെ തന്നെ അവനെന്നെ കൈകാര്യം ചെയ്യുമെന്ന് അമ്മയെ പറഞ്ഞേക്കണേ. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എവിടെ എന്തിനു പോയാലും ഇത് തന്നെയാണല്ലോടാ പ്രതാപ നിൻ്റെ അവസ്ഥ, ഇനി നീ അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട,
അല്ലെങ്കിൽ നീ തല്ലുകൊണ്ട് ചാവൂന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ ജോലി എടുക്കുന്ന സ്ഥലത്തേക്ക് മഹാലക്ഷ്മി ചെന്നിട്ട് നിൻ്റെ ജോലിയൊക്കെ തീർന്നു എന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് തീർന്നു എന്ന്. എന്നാൽ പിന്നെ അടുക്കളയും സ്റ്റൗവും എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഈ വീട് മൊത്തം നീ അടിച്ച് വൃത്തിയാക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് കരുണ ചോദിക്കുന്നുണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ, ഇനിയും എന്നെ കൊണ്ട് ജോലി എടുപ്പിക്കണോ, ഇപ്പം തന്നെ എനിക്ക് വയ്യ, എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം എന്ന് പറയുമ്പം ഇതെല്ലാവരും ചെയ്യണ പണിയല്ലേ, എന്തായാലും നീ കുറച്ച് പണികളൊക്കെ പഠിച്ചിരിക്കണം നല്ലതാണ്. ഇപ്പോൾ പാചകമൊക്കെ പഠിച്ചില്ലേ, അതും ഞാൻ പറഞ്ഞ് നിന്നെ പഠിപ്പിച്ച് തന്നില്ലേ, പിന്നെ പെര അടിച്ച് തുടക്കൽ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല, അതാരും പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ തുടയ്ക്കാനുള്ള വെള്ളവും ഫിനോയിലൊക്കെ മിക്സ് ചെയ്ത് വെച്ചേക്കാം, നീ പെര ഒരു കരടൊന്നുമില്ലാതെ നല്ലോണം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിരുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അത് അമ്മ ചെയ്തോളൂല്ലേ എന്ന് പറയുമ്പം ഇല്ല ഒരമ്മയും ചെയ്യണില്ല, നീ തന്നെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ കരുണ പറയുന്നുണ്ട് എന്നെ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കണേന്ന് ചോദിക്കുമ്പം ഇതൊരു ശിക്ഷയായിട്ടൊന്നും നീ വിചാരിക്കണ്ട, എന്തായാലും നീ ഒരു പെൺകുട്ടിയല്ലേ, നീ ഒരു വീട് നടത്തിക്കൊണ്ട് പോകേണ്ട ആളല്ലേ, ഇതെല്ലാം പഠിച്ചിരിക്കണം നിനക്ക് നല്ലതിനാന്ന് പറയുമ്പം കരുണ എനിക്കെങ്ങും പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇത് കണ്ണേട്ടൻ്റെ തീരുമാനം, അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛൻ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നിട്ട് നിൽക്കാം, പിന്നെ ഈ സത്യങ്ങളെല്ലാവരോടും പറഞ്ഞ് നിൻ്റെ ജീവിതം തകർക്കണ്ടെന്ന് കരുതിയാൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എന്തായാലും കണ്ണേട്ടൻ ഇത് എല്ലാവരോടും പറയണമെന്നാണ് തീരുമാനിച്ചത്, കണ്ണേട്ടന് നിൻ്റെ ജീവിതം തകർന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാനാ തടഞ്ഞത്, അതിന് പകരമായിട്ടാണ് കണ്ണേട്ടൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടത്, അതെനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല, എന്തായാലും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീ തന്നെ ചെയ്യണമെന്ന്. ആ സമയത്ത് ഈ കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് കരുണ പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കരുണ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് നീ അധികം വൈകാതെ തന്നെ കത്തി തീരോടി, ഞാൻ ഗ്യാസ് തുറന്നു വിട്ട് നിന്നെ ഒരു ദിവസം കത്തിക്കൂന്ന്. അങ്ങനെ മഹാലക്ഷ്മി തിരിച്ചു വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പണികളെല്ലാം തീർക്കണം എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയതും കരുണയാണെങ്കിൽ പെരയൊക്കെ അടിച്ചു വാരി തുടയ്ക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ദുർഗ ഈ കരുണ പണിയെടുക്കണ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇത് തുടയ്ക്കണേ എന്തിനാന്ന് ചോദിക്കുമ്പം എനിക്ക് പിന്നെ തുടയ്ക്കണ്ടമ്മേ, ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മോള് പാചകമൊക്കെ ചെയ്തില്ലേ അത് മതി, ഇനിയിപ്പോൾ എന്തായാലും തുടയൊക്കെ ഞാൻ ചെയ്തോളാം, എപ്പോഴും ഞാനല്ലേ അത് ചെയ്യണേന്ന് പറയുമ്പോൾ ഇനി മുതൽ അമ്മ അതൊന്നും ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഉണ്ണിക്കൊരു സംശയമുണ്ട് നിൻ്റെ ശരീരത്തിൽ വല്ല ബാധയും കയറിയിട്ടുണ്ടോയെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടന് മുന്നേ അമ്മയ്ക്കല്ലേ ആ സംശയം തോന്നിയത്, ഉപമോളെ എനിക്ക് ആ സംശയമുണ്ട്, അല്ലെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെയൊന്നും പെരുമാറാറില്ലല്ലോ, ഇവിടെ വന്നതും നീ ഒരിക്കലും ഒരു പണിയും ചെയ്തിട്ടില്ല, ആ ലക്ഷ്മിയെയും കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ടിപ്പോൾ മോള് അവൾ പറയണായിട്ട് എല്ലാ പണിയും ചെയ്യണു, അതെന്തിനാന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ ജോലി ചെയ്യാനൊന്നുമല്ല, എന്നെ സുഖമായിട്ട് ജീവിക്കാനാണ് അച്ഛനും കൂടി പറഞ്ഞു വിട്ടത്, പക്ഷേ അവൾ വന്നത് എന്നെ സഹായിക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും ഇവിടുത്തെ ജോലികൾ ചെയ്യാനും വേണ്ടിയിട്ടാണ്, എന്നിട്ടിപ്പോൾ അവൾ നല്ല രീതിയിലും ജീവിക്കണു, ഞാനാണെങ്കിൽ അവൾ പറയണ പണിയും ചെയ്തുകൊണ്ട് ഇവിടെ നടക്കണു, എല്ലാം എൻ്റെ വിധിയാന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അതാ ഞാൻ ചോദിക്കണേ മോളെ എന്തിനാ ഇതെല്ലാം അനുസരിക്കണം, അവരെന്ത് പറഞ്ഞാൽ മോളെ ഭീഷണിപ്പെടുത്തണമെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് അവരൊന്നും പറഞ്ഞാൽ എന്നെ ഭീഷണിപ്പെടുത്തണമെന്നില്ല, എന്തായാലും ഉണ്ണിയേട്ടന് ഇപ്പോൾ ജോലിയൊന്നുമില്ല, ഇവിടുത്തെ വലിയേട്ടൻ്റെ ചിലവിലല്ലേ നമ്മളെല്ലാവരും ജീവിക്കണം, അപ്പോൾ പിന്നെ പണിയെടുത്ത് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാനിതൊക്കെ ചെയ്യണേ, അമ്മയിനെ ഉണ്ണിയേട്ടനെ കൂട്ടി ഓരോന്നും പറഞ്ഞ് എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് ദുർഗയോട് പറയുമ്പം ദുർഗയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പോണ വഴിക്ക് ദുർഗയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് ഫോണെടുത്ത് ദുർഗ ഈ കരുണ തുടയ്ക്കണതൊക്കെ വീഡിയോ പിടിച്ചിട്ട് പ്രതാപൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവളുടെ അച്ഛനും മുത്തശ്ശിയും കൂടി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചോളും, പിന്നെ മോൾക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട വരില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഫോണിൽ ഈ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതാപൻ്റെ മുഖം കാണുമ്പോൾ അറിയാം നല്ല സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മ വന്നതും പ്രതാപനോട് ചോദിക്കുന്നുണ്ട് എടാ പ്രതാപ നീ എന്തെടുക്കുവാടാന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഒന്നുമില്ലാമേ ഞാൻ വെറുതെ ഇരിക്കുക, നീ ഫോണിൽ എന്താ കാണണേന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഒന്നുമില്ലാമേ വെറുതെ ഫോൺ നോക്കിയതാന്ന് പറയുമ്പോൾ നിൻ്റെ ഫോണിലേക്ക് ഒരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ദുർഗ ഇപ്പം എന്നെ വിളിച്ചായിരുന്നു, എന്തായാലും നീ ആ വീഡിയോ എനിക്കൊന്ന് കാണിച്ചതാന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട് അമ്മ അതൊന്നും കാണണ്ട, അമ്മ കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവുമെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ വീണ്ടും ആ ഫോണും ഇങ്ങോട്ട് തടാ ഞാൻ കാണട്ടേടാന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഫോൺ മേടിക്കാൻ തുടങ്ങുമ്പോൾ എന്നാൽ ഇന്ന് അമ്മ പോയി കാണുക, അമ്മയ്ക്കിത് കണ്ടു കഴിഞ്ഞാൽ സങ്കടം എനിക്ക് എന്നെ സഹിക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞ്
ഫോൺ പ്രതാപൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തതും പ്രതാപൻ്റെ അമ്മ ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തോടു കൂടി അവിടെ നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ഈ വീഡിയോ കാണിച്ചു തരാതിരുന്നത്, എനിക്ക് തന്നെ സഹിക്കാൻ പറ്റണില്ല, പിന്നെ അമ്മ എങ്ങനെ സഹിക്കുമെന്ന് പറയുമ്പോൾ നീ ഒറ്റ ഒരുത്താൻ കാരണമാടാ ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്ന സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ഞാനിനി എന്ത് ചെയ്യുമെന്ന് അമ്മ പറയണേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നീ എന്ത് ചെയ്യുമെന്നൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്നും പറഞ്ഞ് ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപൻ്റെ മുഖം അടച്ചൊന്നങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപനെ കുറേ ചീത്ത പറയുന്നുണ്ട്, നീ ഒറ്റ ഒരുത്തൻ കാരണമാടാ ഇതെല്ലാം സംഭവിച്ചത്, ഒരു കാര്യമില്ലാതെ കരണമോളെ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, അതുമാത്രമല്ല അതിനു മുമ്പ് ഒരുത്തനെ നീ ലോറി കയറ്റിക്കൊന്നു, അതിൻ്റെ എല്ലാം ശിക്ഷ ഇപ്പം അനുഭവിക്കേണ്ടത് എൻ്റെ കുഞ്ഞിത് എങ്ങനെ സഹിക്കുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണി പറക്കുന്ന സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനിയെ കണ്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും കൂടി ദേഷ്യം കയറിയിട്ട് പ്രതാപൻ്റെ അമ്മ മോഹിനിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ സന്തോഷമായില്ലേടി, സമാധാനമായില്ലേ, എൻ്റെ കുഞ്ഞാണെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, എന്തായാലും നീ ഇത് കാണടി, നിൻ്റെ കണ്ണ് നിറച്ച് കാണുക, നിനക്കപ്പോൾ സന്തോഷം കൂടുമെന്നും പറഞ്ഞ് ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പ്രതാപൻ്റെ അമ്മ മോഹിനിയുടെ കയ്യിലേക്ക് ആ ഫോൺ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മോഹിനി ആ ഫോൺ വാങ്ങി നോക്കിയതും കരണ പെര തുടയ്ക്കുന്നതൊക്കെ ആ വീഡിയോയിൽ കണ്ടിട്ട് മോഹിനിയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് സമാധാനമായില്ലേടി, എൻ്റെ കുഞ്ഞവിടെ കിടന്ന് കഷ്ടപ്പെടാല്ലേടി, നിൻ്റെ മോളും മരുമോനും ചേർന്നാൽ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തണേന്നൊക്കെ പറയുമ്പം മോഹിനിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ വീണ്ടും ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപനാണെങ്കിൽ മോഹിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോഹിനി, നിൻ്റെ മോളെയും മരുമോനെയും വിളിച്ചു പറ, എൻ്റെ കരണമോളെ അവിടെ ഇട്ട് ഇനിയും കഷ്ടപ്പെടുത്തല്ലേന്ന്, ഞാൻ ചെയ്ത തെറ്റിന് എന്തിനാ എൻ്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തണേന്ന്. ആ സമയത്ത് മോഹിനിയാണെങ്കിൽ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ശത്രുക്കൾക്കൊക്കെ നല്ല കനത്ത തിരിച്ചടി തന്നെ കിട്ടുന്ന എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും കരുണയുടെ അഹങ്കാരമൊക്കെ മാറണ വരെ മഹാലക്ഷ്മിയും കണ്ണനും കരുണേനെയും കൊണ്ട് വീട്ടുജോലികളൊക്കെ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വാമദേവനും നല്ല 8ൻ്റെ പണി തന്നെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ഒക്കെ ചേർന്ന് കൊടുക്കുന്ന എപ്പിസോഡുകളാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.